നമസ്കാരം. പി കെ ഫിറോസ് ഇന്നലെ മലയാളം സർവകലാശാല ബോംബ് പൊട്ടിച്ചതിന് ശേഷം കെ ടി ജലീലിനെതിരെ അടിച്ച ആ തഗ് ഡയലോഗ് ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? ഒന്ന് കേട്ടെ. കെ ടി ജലീൽ അതെ, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ഒരു അവസരം കൊടുക്കണം. അദ്ദേഹത്തിന് നിലപാട്, അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും. ഒരു സംശയം വേണ്ട. ഏതൊരു വ്യക്തിക്കും അവസരം കൊടുക്കണം അത്രേ. അതായത് അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും നാളെ തെളിവ് പുറത്തുവിടും അത്രേ. ഇപ്പോ തെളിവുകളുടെ കൂമ്പാരം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നിപ്പോ കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ അന്ന് 22/2/2016 ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ്, അതായത് ജിയോ എന്ന് പറയും, ഗവൺമെന്റ് ഓർഡർ അന്ന് പുറത്തിറക്കിയത് ആര്? മലപ്പുറം ജില്ലാ കളക്ടർ പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട്. അതിന്റെ കോപ്പി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ദേ ഒന്ന് കണ്ടേ, ദേ കണ്ടോ? ആ ഉത്തരവിലെ ഉള്ളടക്കം ദേ ഇങ്ങനെയാണ്. കളക്ടറേറ്റ് മലപ്പുറം, തീയതി 22/2/2016. വില നിർണയ സാക്ഷ്യപത്രം. മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് വെട്ടം വില്ലേജിലെ 141/6, 313/5, 313/3B, 341/3, 315/3, 315/1, 313/1B, 340/5, 341/1, 313/4B, 341/6, 315/2, 313/6, 313/7, 313/8, 313/8B, 316/10 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തു മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് ജില്ലാതല വില നിർണയ സമിതി യോഗം ചേർന്ന് ഭൂ ഉടമകളുമായി ചർച്ച നടത്തിയതിൽ സെന്റ് ഒന്നിന് 1,70,70,000 രൂപ വില നിശ്ചയിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ മലപ്പുറം. ഇതാണ് ആ ഉത്തരവ്. നിങ്ങൾ കണ്ടല്ലോ. ഇനി പറയൂ, ആരാണ് വില നിശ്ചയിച്ചത്? അതായത് വില നിശ്ചയിച്ച് ഉത്തരവെല്ലാം ഇറക്കിയിട്ട് കമ്മീഷനും അടിച്ച് പൊടിയും തട്ടിപ്പോയി. എന്നിട്ട് അടുത്ത സർക്കാർ അധികാരത്തിൽ വരികയാണ്. അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സന്ദർഭത്തിൽ 17 ഏക്കറിനാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? 10,000 രൂപ മിനിമമെങ്കിലും കമ്മീഷൻ വെച്ച് ഇവർ പറഞ്ഞു വെച്ചത്. അതായത് 1,70,70,000 ആയിരുന്നു. അതിനെ ഈ ഗവൺമെന്റ് വന്നിട്ട്, കാര്യം സാങ്കേതികമായിട്ട് നിയമപ്രശ്നം ഉണ്ടാകും, ഈ സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാം എന്നുള്ള നിലയ്ക്ക് ആൾക്കാരെ ഇന്ന് തീരുമാനമാക്കിയതിനു ശേഷം അടുത്ത സർക്കാർ വന്ന് റദ്ദാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന കോളിളക്കം നിങ്ങൾക്ക് അറിയാലോ, നിയമ കോലാഹലങ്ങൾ അറിയാലോ. പിന്നെ കോടതിയിൽ വേറെ കാശുമായിട്ട് പോകണം. ആ നിലയ്ക്കാണ് അന്ന് ഈ തീരുമാനം വന്ന് പല ഉടമകളുമായിട്ട് ധാരണ എത്തിയിരുന്നു. ഞങ്ങൾക്ക് ഇത്ര കമ്മീഷൻ കിട്ടണമേ. അധികാരം പോയപ്പോൾ സ്വാഭാവികം എന്താണ്? ഈ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ പലരും ഇവരെ പറ്റിച്ചപ്പോൾ എന്ത് ചെയ്യണം? പിന്നെ ഇത് നടക്കാനേ പാടില്ല. ഇതായിരുന്നു ഇവരുടെ തന്ത്രം. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തീരുമാനമെടുത്തു. 6 ഏക്കറോളം. ഒന്ന് ചിന്തിക്കുക, ഇന്നിപ്പോ ഇവർ കണ്ടൽക്കാടാണെന്നൊക്കെ പറയുന്നത്, ഇവർ പിന്നെ മാനത്ത് നോക്കിയിട്ടാണോ ആ ഭൂമിയിൽ പോയിട്ട് ഇവർ വില നിശ്ചയിച്ച് അന്ന് കളക്ടറുടെ ചേംബറിൽ എല്ലാ ഭൂവുടമകളെയും വിളിച്ചു വരുത്തി തീരുമാനമെടുത്ത് ഒപ്പിട്ട് കൊടുത്തത്? അതിനുശേഷം അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം മേടിച്ചു. അത് ഞങ്ങൾ എല്ലാം തീരുമാനിച്ച് ഇതെല്ലാം സർട്ടിഫൈ ചെയ്ത് വെച്ചതിന് ശേഷം പണം കൊടുത്ത് ഏറ്റെടുത്തവർ അഴിമതിക്കാരാണത്ര. നിങ്ങൾ കേട്ടിട്ട് എന്ത് തോന്നുന്നു? പി കെ ഫിറോസ് കിടുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ഫെബ്രുവരി 2016 ഏറ്റെടുത്ത ആ ഭൂമി, അല്ലെങ്കിൽ വില നിശ്ചയിച്ച് നൽകിയ ഭൂമിയിൽ 10,000 രൂപ കുറച്ച് 6 ഏക്കറും കുറച്ചതിന് ശേഷം 11 ഏക്കർ ഈ സർക്കാർ ഏറ്റെടുത്തു. വില നിശ്ചയിച്ചത് അവർ, അതിന്റെ തീരുമാനങ്ങൾ എടുത്തവർ, ആളെ കണ്ടെത്തിയത് അവർ, സ്ഥലം കണ്ടെത്തിയത് അവർ. പക്ഷെ അഴിമതി ഇടതുപക്ഷമാണത്രേ. എങ്ങനെയുണ്ട്? ഈ വെടി വയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം വാപ്പാന്റെ ആസനത്തിൽ നോക്കി വെടി വയ്ക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോ ഫിറോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്തായാലും ഇതിനോടൊപ്പം തന്നെ ഈ ഉത്തരവ് പങ്കുവെച്ചുകൊണ്ട് ഒരു അടാർ ട്രോൾ കൂടി കെ ടി ജലീൽ ഇതിനോടൊപ്പം കുറിച്ചിട്ടുണ്ട്. റബ്ബേ രേഖ ഇതാ, ഭൂമി വാങ്ങിയ രേഖ ഇതാ, പച്ചക്കള്ളം പറയരുതേ, സാക്ഷാൽ റബ്ബ് പൊറുക്കുവോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതാണ് ഭയങ്കര വിശ്വാസിയായിട്ടുള്ള, ഖുർആനൊന്നും ഉയർത്തിപ്പിടിക്കാത്ത, വാ തുറന്ന പച്ചക്കള്ളം മാത്രവും കള്ളക്കച്ചവടവും ചെയ്യുന്ന പി കെ ഫിറോസിനോട് ചോദിക്കാനുള്ളത്, റബ്ബ് ഇതൊക്കെ തന്നോട് പൊറുക്കുമോടോ എന്ന് മാത്രമാണ്.